തേജസ് യുദ്ധവിമാന അപകടത്തിന് പിന്നിൽ അട്ടിമറിയെന്ന പ്രാഥമിക സംശയം. പാകിസ്ഥാന്റെ യുദ്ധവിമാനം പ്രദേശത്തുണ്ടായിരുന്നു എന്നുള്ള സംശയത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എഞ്ചിന് തകരാറ് പറ്റിയെന്നുള്ള പ്രാഥമിക സൂചന ലഭിച്ചിട്ടില്ല എന്നുള്ളത് സംശയം വർദ്ധിപ്പിക്കുന്നു. അതേസമയം തേജസ് യുദ്ധവിമാനത്തിന്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ രണ്ട് തവണ മാത്രമാണ് ചരിത്രത്തിൽ തേജസ് യുദ്ധവിമാനം അപകടത്തിൽപ്പെട്ടത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധവിമാനം എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ F-35 12 തവണയാണ് അപകടത്തിൽപ്പെട്ടത്. അമേരിക്കയുടെ തന്നെ മറ്റൊരു യുദ്ധവിമാനമായ F-15 600 തവണയാണ് തകർന്നു വീണിട്ടുള്ളത്. പാകിസ്ഥാന് വേണ്ടി ചൈന നിർമ്മിച്ചു നൽകിയ J-17 6ലധികം തവണയാണ് തകർന്നു വീണിട്ടുള്ളത്. റഷ്യയുടെ അടക്കമുള്ള മിഗ് വിമാനങ്ങൾ അവയൊക്കെ തന്നെ നിരവധി തവണ ഡസൻ കണക്കിന് തവണ തകർന്നു വീണു. എന്നാൽ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് വെറും 2 തവണ മാത്രം. 2024 എഞ്ചിൻ പ്രവർത്തനക്ഷമമാവാത്തതിനാൽ ഒരിക്കൽ തകർച്ചയുണ്ടായി. 2025 ദുബായിലെ അപകടം. എന്നാൽ ഈ അപകടം എഞ്ചിൻ തകരാറ് മൂലമാണോ അതോ ഇതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള വിദേശ അട്ടിമറിയുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള ചാരവൃത്തിയുണ്ടോ എന്നത് സംബന്ധിച്ച് ഏറ്റവും ഉന്നതമായ പരിശോധന നടക്കുകയാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ലോകത്തെ മറ്റേതൊരു യുദ്ധവിമാനത്തോടും കിടപിടിക്കുന്നതാണ് ഇന്ത്യ നിർമ്മിച്ച തേജസ് വിമാനം.